ഇല്ല, വായിച്ചിട്ടുണ്ടായില്ല. സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കണ്ടപ്പോൾ ശരിക്കും പിന്നെ ഇതിൽ നജീമായിട്ട് ഇപ്പോൾ പൃഥ്വിരാജ് ആക്ട് ചെയ്തോളൂ. ഒറിജിനൽ നജീമിനെയും ഹാറ്റ്സ് ഓഫ്. ഇത്രയും ഇതൊക്കെ സഹിച്ചിങ്ങനെ നമ്മളിത് രക്ഷപ്പെട്ടുള്ളൂ. ശരിക്കും ഓരോ സീൻസും നമുക്കിങ്ങനെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഭയങ്കര വെരി ഗുഡ് മൂവി, ഒന്നും പറയാനില്ല. സൂപ്പർ. ബുക്ക് വായിക്കാനല്ല, നജീംഖാനെ നേരിട്ട് കാണാൻ തോന്നി, രാജുവിനെ നേരിട്ട് കാണാൻ തോന്നി. കാരണം അത്രയും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. വിളിച്ച സാറാണെങ്കിലും പിന്നെ എല്ലാ ആക്ടേഴ്സും അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും സൂപ്പറായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി, ഒന്നും പറയാനില്ല. പടം 100% ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് സിനിമയിൽ കാണാനുണ്ട്. ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മലയാള സിനിമ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള ഒരു എല്ലാ സാധ്യതയും ഈ സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല 100% കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് കണ്ട് അറിയാനുണ്ട്. അതിൽ എല്ലാ ഇമോഷൻസ്, അതുപോലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പടം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അത് അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഹ്യൂമൻ്റെ ഒരു ഇമോഷൻസ് എന്തുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ആക്ടറായിട്ടല്ല, ഒരു ക്യാരക്ടറിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ശരിക്കും അത് കാണാനുണ്ട്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഓസ്കാർ ലെവൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ബ്ലസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. ഒരു ട്രൂലി എപ്പിക് മൂവിയാണ്. കണ്ണേറാതെ കാണാൻ പറ്റില്ല. കയറുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും, കാരണം ദാഹം തോന്നും അത് കാണുമ്പോൾ. ആളുടെ നജീബിൻ്റെ ജീവിതം ഇത്ര റിയലായിട്ട് പൃഥ്വിരാജ് കാണിച്ചേക്കുന്നത്. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നാഷണൽ അവാർഡ് ഫോർ ഷുവർ ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഓസ്കാർ കിട്ടാൻ നമ്മുടെ നാടുജീവിതത്തിൽ സാധിക്കട്ടെ. നമുക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. വെരി ഹാപ്പി. ഒരു ഒന്നും പറയാനില്ല, ട്രൂലി എപ്പിക്. അടിപൊളിയായിരുന്നു പടം. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ നോവലിലേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണോടിച്ച് പോകും. കാരണം അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. പൃഥ്വിരാജിൻ്റെ എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. പിന്നെ AR റഹ്മാൻ മ്യൂസിക് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കാരണം AR റഹ്മാൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴുള്ള പോലെ തന്നെ നല്ല പാട്ടാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പറാണ്. പിന്നെ നോവലിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്, ഒരു മാറ്റമില്ല. ഓസ്കാർ അതെനിക്കറിയില്ല, അതവരെ തീരുമാനിക്കട്ടെ. കിട്ടുമായിരിക്കും.